വളരെ മാന്യമായിട്ട് തന്നെ ആ ദേശത്ത് ഞങ്ങളെ ദൈവം പരിപാലിച്ചു. മിച്ചമൊന്നും ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുന്നത്, മിച്ചമൊന്നുമില്ലായിരുന്നു. എന്നാലും ആ ദേശത്ത് മാന്യമായിട്ട് കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. ദൈവത്തിന്റെ വേലയ്ക്കിറങ്ങുന്നവനെ ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്ന് ആ സഭയിലുള്ളവർ കണ്ടു മനസ്സിലാക്കത്തക്ക വിധത്തിൽ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഇത് ഞങ്ങളുടെ മാത്രം അനുഭവമല്ല. കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന വാക്കനുസരിച്ച് ദൈവവേലയ്ക്കിറങ്ങുന്ന എല്ലാവരുടെയും അനുഭവം ഇതൊക്കെ തന്നെയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെയാണ്. തന്റെ വേലക്കാർക്ക് കൂലി കൊടുക്കുവാൻ അവൻ അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. അല്ല, വേലക്കാരനെ അമേരിക്കയിൽ അയക്കാം, ഗൾഫിൽ അയക്കാമെന്നോ, വലിയ വില കൂടിയ കാറ് കൊടുക്കാമെന്നോ, ഹെലികോപ്റ്റർ കൊടുക്കാമെന്നോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞത്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി